കേസ് ഈ വർഷം രണ്ടാം മാസം ഉണ്ടായതായിരുന്നു. അവലാധികാരിക്ക് ഒരു 5,73,257 രൂപ നഷ്ടമായതായിരുന്നു. മുംബൈ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് ആണ് സ്കൈപ്പ് വഴിയാണ് അവർ അവലാധികാരിയുമായിട്ട് ബന്ധപ്പെട്ടത്. ഒരു ഹൈ പ്രൊഫൈലുള്ള ലേഡിയായിരുന്നു. അവർ പറഞ്ഞത് അവലാധികാരിയുടെ അക്കൗണ്ടിലൂടെ അനധികൃതമായിട്ട് പണം ട്രാൻസ്ഫർ ചെയ്യുന്നു, അതുകൊണ്ട് അവരെ വെരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് പേടിപ്പിച്ചത്. മറ്റാരുമായിട്ട് ബന്ധപ്പെടാനോ അവലാധികാരിക്കുള്ളൊരു അവസരം നൽകാതെ, അത്ര കൃത്യമായിട്ട് ഒരാളെ പോലും ബന്ധപ്പെടാനാകാതെയാണ് അവർ ഫോൺ വിളിച്ചത്. അങ്ങനെ അവലാധിക്ക് ഈ പൈസ നഷ്ടമായി. നമ്മൾ ഈ കേസിൽ 4 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 4 പ്രതികളും കേരളത്തിലുള്ള പ്രതികളാണ്. ഇത് പൈസ ആദ്യം പോകുന്ന അക്കൗണ്ടുകൾ നോർത്ത് ഇന്ത്യ ആണെങ്കിൽ കൂടി വന്ന ട്രാൻസാക്ഷൻ നമ്മൾ വിഡ്രോ ചെയ്തത്, ഈ 5 ലക്ഷം രൂപ നമ്മളെ എമൗണ്ട് വിഡ്രോ ചെയ്തത് നമ്മൾ കേരളത്തിലായിരുന്നു, എറണാകുളത്തായിരുന്നു. അവിടുന്ന് നമ്മൾ 4 പ്രതികളെ പിടിച്ചിട്ടുണ്ട്. ബാക്കി ഇനിയും പ്രതികൾ പിടിക്കാനുണ്ട്. ഇതിൽ പ്രതികൾ വളരെ ബുദ്ധിപരമായി മുന്നേറുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റേതായ കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുമുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ വന്ന നമ്പേഴ്സ് എല്ലാം അതിൻ്റെ IP അഡ്രസ്സ് എല്ലാം കാണിക്കുന്നത് കംബോഡിയ, തായ്ലൻഡ് അങ്ങനെയാണ് കാണിക്കുന്നത്. അതാണ് ഈ ഒരു കേസ്. അതുകൊണ്ട് 4 പ്രതികളെ ഇതിൽ പിടിച്ചിട്ടുണ്ട്. മറ്റൊരു കേസ് പറയാനുള്ളത്, തൃശ്ശൂർ സ്വദേശിയായ ഒരാൾക്ക് ഒരു 1,24,80,000 രൂപ നഷ്ടപ്പെട്ടതാണ്. അത് വന്നത് പുള്ളി ജെന്യുവിനായിട്ട് ട്രേഡിംഗ് ചെയ്യുന്ന ഒരാളായിരുന്നു. അതിന് ജെന്യുവിൻ ആപ്പുകളും ഉണ്ടായിരുന്നു. എന്നാൽ പുള്ളിയുടെ വാട്സാപ്പിലേക്ക് വന്ന ഒരു മെസ്സേജ്, ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാമെന്നും ക്ലാസ് എടുക്കാമെന്നും പറഞ്ഞു വന്ന ഒരു മെസ്സേജ് വഴി പുള്ളി അതിൽ കയറി പറ്റുകയും ആ ഗ്രൂപ്പിൽ പുള്ളിയെ ആഡ് ചെയ്യുകയും അതിലാദ്യം കാണിക്കുന്ന എല്ലാ ടിപ്സുകളും പുള്ളി നോക്കിയപ്പോൾ വളരെ കറക്റ്റാകുകയും പുള്ളിക്ക് അതിൽ പൈസ നിക്ഷേപിച്ചപ്പോൾ വളരെ ഹൈക്കുണ്ടാവുകയും ചെയ്തു. അങ്ങനെ അതിന് വിശ്വാസം കൂടുകയും പുള്ളി അവർ പറഞ്ഞ ലിങ്കിലെല്ലാം അപ്ലൈ ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് പുള്ളിക്ക് നഷ്ടമായത്. ഇതിൽ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, പുള്ളി ഇത് തട്ടിപ്പാണെന്ന്, ഫ്രോഡാണെന്ന് മനസ്സിലാക്കാൻ വളരെയധികം ലേറ്റായിട്ടുണ്ട്. അതുകൊണ്ട് 19:30 രജിസ്റ്റർ ചെയ്താലും ലേറ്റായി. അതുകൊണ്ട് പുള്ളിയുടെ ഇത് ക്യാഷ് പോലും ലീനായിട്ടില്ല, അതായത് ഫ്രീസായിട്ടില്ല, പോയ എമൗണ്ട് ഫ്രീസായിട്ടില്ല. അങ്ങനെ ഇതിപ്പം ഈ കേസ് ഇപ്പോൾ 1 കോടിക്ക് മേളിലായതുകൊണ്ട് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവരത് അന്വേഷിക്കുന്നുണ്ട്. മറ്റൊരു കേസ് പറയാനുള്ളത്, ഈ ജോബ് സ്കാമാണ്. ഈ അവലാധികാരിയുടെ വാട്സാപ്പിൽ മെസ്സേജിൽ വന്ന ഒരു മെസ്സേജ് വഴി കയറുകയും അതിൽ പരിശോധിച്ചതിൽ ഈ ഗൂഗിളിലെ റിവ്യൂ ചെയ്ത് കൊടുത്താൽ അതൊരു ടാസ്ക്കാണ്. റിവ്യൂ ചെയ്ത് കൊടുത്താൽ അതിനുള്ള പണം അവലാധികാരിക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് അവലാധികാരി ഇതിൽ ചേരുന്നത്. അവലാധികാരിക്ക് മൊത്തം 17,46,425 രൂപ നഷ്ടമായി. ആദ്യം വിശ്വാസം കൂടുന്നതിന് വേണ്ടി ചെറിയ എമൗണ്ടുകൾ 2,000, 3,000 എമൗണ്ടുകൾ അവലാധികാരി കിട്ടിയിരുന്നു. എന്നാൽ പിന്നെ ടാസ്കുകൾ പൂർത്തിയാക്കാൻ, അവർ പറയുന്ന ടാസ്കുകൾ പൂർത്തിയാക്കാൻ അവലാധികാരിക്ക് പറ്റാതെ വരികയും അത് മനഃപൂർവ്വം അവർ ചെയ്യുന്നതാണ്, പറ്റാതെ വരികയും അവലാധിക്ക് ഈ പറഞ്ഞ തുക നഷ്ടമാവുകയും ചെയ്തു. ഇതിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ അവലാധികാരി ചെയ്തതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 4 ലക്ഷം സംതിങ് രൂപ ബ്ലോക്ക് ചെയ്യാൻ പറ്റി. എന്നുവെച്ചാൽ ലീൻ മാർക്ക് ചെയ്യാൻ പറ്റി. അതൊരു തമിഴ്നാട് സ്വദേശിയുടേതായിരുന്നു. അത് നമ്മൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും ബട്ട് ആ അക്കൗണ്ട് ഹോൾഡർ ജെന്യുവിനായിരുന്നു. അയാൾക്ക് വേറെ ഫ്രണ്ട് അയച്ചു കൊടുത്ത ക്യാഷായിരുന്നു, ജെന്യുവിനായിരുന്നു. എങ്കിൽ തന്നെയും ആ ക്യാഷ് നമുക്ക് അവലാധികാരിക്ക് തിരിച്ചു വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് അത് 19:30 രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ അക്കൗണ്ട് അവലാധികാരിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയത്.